ായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ, ഫേസ്ബുക്കിന്റെ ലൈവിലും പിന്നീട് യൂട്യൂബിലും ഞങ്ങളെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിന് തന്ന എല്ലാ കൈത്താങ്ങുകൾക്കും ഈ ഗ്രൂപ്പിന്റെ സകല പ്രവർത്തനങ്ങളോടും ചെയ്യുന്ന കോപ്പറേഷനും വേണ്ടി ഞാൻ നന്ദിയോടെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ഗ്രൂപ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യന്മാര് ആദ്യത്തെ നൂറ്റാണ്ടിൽ പെന്തക്കോസ് നാള് മുതൽ അവർക്ക് സത്യത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അവര് മനസ്സിലാക്കിയ സത്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിൽ അവർ കണ്ടതും കേട്ടതും അത് അവർക്ക് മനസ്സിലായില്ല, അവർക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇന്ന് ഭൂരിപക്ഷം സഭകളും 4 സുവിശേഷങ്ങളിൽ ഭാഗങ്ങളിൽ അപ്പോസ്തോലന്മാര് തന്നെ എഴുതി അറിയിച്ച പല ഭാഗങ്ങളും വായിച്ചിട്ട് 4500-ൽ അധികം കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ പുതിയ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞ് ഇന്ന് ഈ ലോകത്തിലുണ്ട്. ഓരോരുത്തരും പറയുന്നത് ഞങ്ങൾ കർത്താവ് പറഞ്ഞത് കേട്ടു എന്നാണ് പറയുന്നത്. അതിൽ നിന്നുമാണ് അവരുടെ എല്ലാ തരത്തിലെയും സഭയുടെ ചട്ടങ്ങളും പല കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ നമ്മൾ കാണുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ 3 വർഷം കൂടെ നടന്ന കർത്താവിന്റെ കൂടെ ജീവിച്ച ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല കർത്താവ് എന്തു പറഞ്ഞു എന്ന്. അതിന്റെ വെളിപ്പാട് അവർക്ക് ലഭിച്ചത് സത്യത്തിന്റെ ആത്മാവ് അവരിൽ കടന്നു വന്നപ്പോൾ മാത്രമായിരുന്നു. അന്ന് ആണ് മറ്റുള്ള ജാതികളിലുള്ളവർ അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അവരെ ക്രിസ്ത്യാനികൾ എന്ന് അവരെ വിളിക്കാൻ കാരണമായി തീർന്നത്? അവർ ചെയ്യുന്നതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവരെ ക്രിസ്തുവിന്റെ അനുയായികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് അവരെ വിളിച്ചത്. പക്ഷെ ഇന്ന് ഭൂരിപക്ഷം സഭ അപ്പോസ്തോലന്മാരുടെ സുവിശേഷം അത് വേറൊരു സുവിശേഷമായിരുന്നു, അത് യഹൂദന്മാർക്ക് ഉള്ള സുവിശേഷം എന്ന് ഒരു കൂട്ടം പറയും, അത് അന്നത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്ത ഒരു കാര്യമായിരുന്നു എന്ന് പറയും. പലതരത്തിലെ കൺഫ്യൂഷൻസ്, ഡിനോമിനേഷൻസ് ഈ ലോകത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്നു. അതുപോലെ ഒരു കൺഫ്യൂഷനിലാണ് നമ്മുടെ ഒരു സഹോദരൻ PJ ജോൺസൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹം വളരെ വിനീതമായ കമന്റ്സ് ഒക്കെ നമ്മുടെ യൂട്യൂബിൽ വന്ന് ഇടാറുണ്ട്. അതിനായി അദ്ദേഹത്തിന് നന്ദി പറയുന്നു. എതിരായിട്ടുള്ള കമന്റ്സും നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. എല്ലാ തരത്തിലെയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് വേണമല്ലോ ശരിയായും തെറ്റായും എന്താണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതാണല്ലോ എല്ലാം ഒരു നല്ല തെരഞ്ഞെടുപ്പിന്റെ ഒരു ലക്ഷണം അതിൽ കൂടെ കാണുവാൻ സാധിക്കും. എല്ലാ തരത്തിലെ ചിന്തകളും മനുഷ്യനിൽ കടന്നു വരികയും അതിൽ എന്ത് ദൈവികം എന്ത് ദൈവികമല്ല എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അതിൽ കൂടെയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എന്നോട് കൂടെ ജോയിൻ ചെയ്യുന്നത് പാസ്റ്റർ ജോയ് ജോസഫ് ഇന്ന് ജോയിൻ ചെയ്യുന്നു. പിന്നീട് പാസ്റ്റർ ജോസ് വർഗീസും ജോയിൻ ചെയ്യുന്നതായിരിക്കും കോട്ടയത്ത് നിന്ന്. ആദ്യം ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിൽ കൂടെ നമുക്കൊന്ന് കാണുവാൻ സാധിക്കും എന്താണ് നമ്മുടെ ഈ സഹോദരൻ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. എന്നിട്ട് പിന്നെ നമുക്ക് പിന്നീട് അതിൽ എന്താണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്ന് വിചാരിച്ച 1-2 വിഷയങ്ങൾ എന്ന് എടുത്തിട്ട് നമുക്ക് സംസാരിക്കുന്നതാണ്. ഇല്ലാതെയാവും. യേശുനാമക്കാർ കുറഞ്ഞില്ലാതാകും. യേശുനാമം എന്ന് പറയുന്നത് ചിലർ എടുത്ത വാക്കുകളാണ്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിൽ തന്നെ പത്രോസ്, പൗലോസ് എന്നിങ്ങനെ എടുത്തവരുടെ വാക്കുകളാണ് കൂടുതലും. അപ്പൊ അതിനുദാഹരണം ഞാൻ പറയാം. മത്തായിക്കുട്ടി കല്യാണത്തിന് വിളിക്കാൻ വന്നു. പക്ഷെ അച്ചായനും അമ്മയും മത്തായിക്കുട്ടിയും കൂടെ പറയുന്നത് ഒരു പ്രത്യേകതയാണ്. അച്ചായനും അമ്മയും മത്തായിക്കുട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. പക്ഷെ മത്തായിക്കുട്ടി കല്യാണത്തിന് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഒരാള് മത്തായിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യം, മറ്റേതും ഒരാൾ പറഞ്ഞ കാര്യമാണെങ്കിലും അച്ചായനും അമ്മയും മത്തായിക്കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് തന്നെയാണ്. നമ്മളീ പറയാൻ പോകുന്ന കാര്യാദികൾ ബൈബിളിൽ നിന്ന് തെളിവുകൾ തരാം. യേശുനാമക്കാർ കുറഞ്ഞു വരികയാണ്, വേറൊരു വിരളമാണ്. അത് ഇനി കഴിഞ്ഞാൽ
യേശു കർത്താവ് പറഞ്ഞത് അപ്പൻ പറയുന്നതാണ് മക്കൾ വിശ്വസിക്കേണ്ടത്, ആരോ പറഞ്ഞതല്ല എന്നും നമ്മൾ ചിന്തിക്കണം. ഒരാൾ പറഞ്ഞ വാക്കിലോ ഒരാൾ പറഞ്ഞ നാമത്തിലോ ഒരാൾ പറഞ്ഞതായ എഴുത്തിലോ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ട യേശു തമ്പുരാൻ പറഞ്ഞ കൽപ്പനയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമുക്കെപ്പോഴും ആധാരം ദൈവം പറയുന്ന, കർത്താവ് പറയുന്ന വാക്കുകളാണ്. മനുഷ്യ വാക്കുകളെ പരിമിതമായി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടെങ്കിലും ദൈവം പറഞ്ഞതും യേശു പറഞ്ഞതായ വാക്കുകൾക്കാണ് പ്രാധാന്യമുള്ളത്. ആമേൻ. ആമേൻ. യേശു പറഞ്ഞ അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അത് യേശുവാ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം, വേറെ ആരുമല്ല. യേശുവിന് പകരം വേറൊരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിന് എന്ത് പ്രശസ്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞു എന്റെ നാമത്തിൽ അവർ ഭൂതത്തെ പുറത്താക്കും. അപ്പൊ യേശു തന്നെത്താൻ യേശുവിന്റെ നാമം യേശു പറഞ്ഞു. പക്ഷേ പത്രോസും പൗലോസും പറഞ്ഞ കാര്യം പ്രസംഗ വിഷയമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വിഷയം നമുക്ക് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇന്ന് എടുക്കാം. മത്തായി പറഞ്ഞല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, എഴുത്തുകളിലുള്ളതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഈ 27 എഴുത്തുകളല്ലാതെ വേറെ ഏതെങ്കിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനം നമുക്ക് ഇന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ നമുക്ക് വന്നിരിക്കുന്ന വിശ്വാസം നമ്മളിലുണ്ട്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏകസത്യ ദൈവമെന്നും ആ ഒരു ആത്മാവിന്റെ ആ വിവേചനത്താലാണ് നമ്മൾ ഈ വചനം വായിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് ചരിത്രപരമായിട്ടും നമുക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ടും ഇന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ 27 എഴുത്തുകള്, അതായത് അപ്പോസ്തോലന്മാര് പിന്നെ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞ അടിസ്ഥാനം, അത് നമ്മൾ ഓർക്കേണ്ടത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:1 വാക്യത്തിൽ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായി പ്രവാചകന്മാരിൽ കൂടെ ഈ അന്ത്യനാളിൽ പുത്രനിൽ കൂടെ സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ പുത്രൻ പറഞ്ഞതും ഇവര് പുത്രനെ വേറെ ഒരു വ്യക്തിയായിട്ട് കാണുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ സംസാരിച്ചത് ദൈവം തന്നെയാണെന്ന് നമ്മൾ അവിടെ വചനത്തിൽ കാണുന്നു. അപ്പൊ അങ്ങനെ ദൈവം ഡയറക്ട്ലി എഴുതി അറിയിച്ച ഏതെങ്കിലും ഭാഗം ഇന്ന് വരെ പാസ്റ്റർ ജോയ് ഏതെങ്കിലും ബൈബിളിനകത്ത് കണ്ടിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ് നമ്മുടെ ആ ഒരു കാര്യം എന്ന് പറയാം. അതിന്റെ കൂടെ ക്രിസ്ത്യാനി ഇല്ലാതാകും എന്നുള്ള വിഷയത്തെ കൂടെ ഒന്ന് എടുക്കാം. ശൗല് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ തന്നെ അല്ലേ പോയത്? അപ്പോൾ എന്തായി തീർന്നു എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് കവർ ചെയ്യാൻ. കർത്താവിന്റെ ദാസൻ വിൻസെന്റ് ബ്രദർ ഇവിടെ ഇട്ട വീഡിയോ അനുസരിച്ച് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ആദ്യമായിട്ട് ഞങ്ങള് ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ വചനം, ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾക്കെല്ലാം വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ ഇട്ടു ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തോട് താൻ അല്പം തന്റെ നീരസം പ്രകടമാക്കുന്നതൊക്കെ ആ വീഡിയോയ്ക്കകത്തുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ പലപ്പോഴും കാണാറുള്ളതാണ്. ഇദ്ദേഹത്തിന് അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല, കുറച്ചു പേരൊക്കെ കാണുള്ളൂ. അതുകൂടാതെ ഇദ്ദേഹം പലപ്പോഴും ഇങ്ങനെയുള്ള ലൈവിൽ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം തിരുവചനത്തിന് വിരുദ്ധമായിട്ട് ചില പ്രസ്താവന നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ JCNDSD എന്ന ഗ്രൂപ്പ് മൗനമായിരിക്കില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിനെതിരായിട്ടോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനെതിരായിട്ടുള്ള നാമത്തിലുള്ള സ്നാനത്തിനെതിരായിട്ടുള്ള വാക്കുകൾ ആരിൽ നിന്ന് വന്നാലും അതിന് ഞങ്ങൾ ന്യായമായിട്ടുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം തന്നെ. അത് ഞങ്ങൾ മുഖം നോക്കാറില്ല. ചിലപ്പോൾ സ്നേഹിതരായിരിക്കാം, പരിചയക്കാരായിരിക്കാം, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.
വചനത്തിൽ ഇല്ലാത്തതൊന്നും ഞങ്ങൾ പറയാറില്ല. വചനത്തിലുള്ളത് മാത്രം. ഇപ്പോൾ നമ്മൾ ആ ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അദ്ദേഹം പറയുന്നത് മേരിക്കുട്ടിയെക്കുറിച്ചും ജോർജ് കുട്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ ശോശാമ്മയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നു. അതുപോലെ തൃത്തക്കാര് പണ്ട് തള്ളിക്കളഞ്ഞ, പണ്ട് അവര് തൃത്വം സ്ഥാപിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളവും അതുപോലെ തേങ്ങയും മാങ്ങയും സൂര്യനും സൂര്യപ്രകാശവും ഇന്നത് തൃത്തക്കാർക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് അത് വേസ്റ്റ് കൊട്ടയിലേക്ക് അത് തള്ളിക്കളഞ്ഞതിനെ പുള്ളി വീണ്ടും എടുത്തുകൊണ്ട് വരിക. പുള്ളി ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പറഞ്ഞതല്ലേ, പിതാവ് പറഞ്ഞതല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്? അപ്പൊ കർത്താവിന്റെ ദാസൻ ചോദിച്ചു, ഇദ്ദേഹം പറഞ്ഞത് ആ വാക്കനുസരിച്ച്, ഈ ജോൺസൺ എന്ന് പറയുന്ന ആ ദൈവദാസൻ പറഞ്ഞ വാക്കനുസരിച്ച് യേശു ക്രിസ്തു നേരിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൽപ്പന കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. യേശു ക്രിസ്തു ആരോടാ പറഞ്ഞത്? അപ്പോസ്തലന്മാരോടാ പറഞ്ഞത്. അപ്പോസ്തലന്മാർ എന്തു ചെയ്തു? യേശു ക്രിസ്തു പറഞ്ഞത് തന്നെയാണ് അപ്പോസ്തലന്മാർ അനുസരിച്ചത്. മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യം യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനകളിൽ ഒന്നാണ് ഇത്. തൃത്തക്കാർ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന അത് മാത്രമേ ഉള്ളൂ എന്ന്. അത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. അത് തന്നെയാണ് ഈ ജോൺസൺ എന്ന് പറയുന്ന അദ്ദേഹവും വിശ്വസിക്കുന്നത്. അത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. യേശുവിന്റെ അന്ത്യകൽപ്പന ഈ ഒറ്റ വാക്യം കൊണ്ട് ഒതുക്കി അവര് കളയുക. അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് തൃത്വം തെളിയിക്കാൻ, എന്തായാലും തെളിയില്ല, തൃത്വത്തെ എടുത്തു പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി പ്രസംഗിക്കപ്പെടണമെന്നും എന്നുള്ളതും കർത്താവിന്റെ അന്ത്യകൽപ്പനയിൽപ്പെട്ടതാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലും നമുക്കറിയാം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെയും മർക്കോസിന്റെ സുവിശേഷത്തിലും അന്ത്യകൽപ്പന കാണാം. മത്തായിയുടെ സുവിശേഷം 28:19 മാത്രമാണ് അന്ത്യകൽപ്പന എന്നുള്ള പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ തൃത്തക്കാരുടെ അല്ലെങ്കിൽ ഈ വേദപണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ ഈ പഠനം തികച്ചും അത് തെറ്റാണ്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ സാത്താൻ അത് മുതലെടുക്കാൻ വേണ്ടി ഇവരെ തെറ്റായി പഠിപ്പിക്കുന്ന ഒന്നാണ്. ഈ സഹോദരൻ, ജോൺസൺ സഹോദരൻ ഇവിടെ പറഞ്ഞ ചോദ്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വളരെ ഇക്കാലത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല. കാരണം അദ്ദേഹം വചനത്തെക്കുറിച്ച് യാതൊരു പരിജ്ഞാനവും ഇല്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, യേശു നാമക്കാർ കുറഞ്ഞു വരുന്നു. അത് വളരെ വിരളമാണ്. അത് അശേഷം ഇല്ലാതാകും. അശേഷം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും എന്നുള്ളതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ യേശു നാമത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ തെറ്റായ അഭിപ്രായമാണ്. യേശു നാമക്കാര് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. മറ്റൊരു സംഗതിയും, തൃത്വത്തിൽ നിന്ന് അനേകര് യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് കടന്നു വന്ന് സ്നാനപ്പെടുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അത് അറിയത്തില്ല. അദ്ദേഹം ചരിത്രമോ ബൈബിൾ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം നന്നായിട്ട് ഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം മറുപടി കൊടുക്കേണ്ടതില്ല എങ്കിലും ആരെങ്കിലും തെറ്റായി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അതിനൊരു മറുപടി ആകട്ടെ എന്ന് ചിന്തിച്ചാണ്. ഇനി അദ്ദേഹവും ഈ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിനും വ്യക്തമായിട്ട് മറുപടിക്ക് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് കമന്റ് ഇട്ടു. പക്ഷെ കമന്റൊന്നും അദ്ദേഹം മറുപടിയില്ല. ലൈവിൽ വരാൻ പറഞ്ഞു, അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മുഴുവൻ അബദ്ധത്തിൽ നിന്നും തികച്ചും പൈശാചികം തന്നെയാണ്. കാരണം യേശു നാമത്തോടുള്ള പുള്ളിയുടെ വാശി തീർക്കാൻ വേണ്ടി പുള്ളിയെ പിശാചെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. യേശു നാമക്കാർ കുറഞ്ഞു വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ തെറ്റായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ഹ്രസ്വമായിട്ടുള്ള വീക്ഷണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചെറിയ വീക്ഷണത്തിൽ നിന്ന്, ദീർഘവീക്ഷണമില്ലാത്തതിന്റെ പരിണിതപരമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണ്. അത്രമാത്രം യേശു നാമത്തോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. യേശു നാമം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഞങ്ങളോട് കൂടെയുള്ള പലരും ഒരു കാലത്ത് യേശു നാമത്തോട് വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ള വ്യക്തികളാണ്. അവരും യേശു നാമത്തെ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം എതിർക്കുന്നതിൽ ഞങ്ങൾക്കതിൽ വിഷമവുമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം യേശു നാമം ഉയർത്തും.
ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ഉയർത്തും. യേശു ക്രിസ്തു നാമത്തെക്കുറിച്ചുള്ള സ്നാനം മാത്രമാണ് സത്യമെന്ന് അദ്ദേഹത്തിന്റെ വായുകൊണ്ട് പറയിക്കുവാൻ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ മാത്രം, അദ്ദേഹത്തെക്കുറിച്ച് ദൈവം കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം അത് സംഭവിക്കും. അപ്പോൾ ഇത് കുറഞ്ഞു പോകുന്നു എന്നുള്ളത് തെറ്റാണ്. യേശു നാമം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ളതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യഥാർത്ഥമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാവമോചനത്തിന് വേണ്ടി സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരൊറ്റ വ്യക്തി ഈ ഭൂമിയിൽ കാണില്ല. ഇവിടെ നശേഷം മാറ്റപ്പെടും. പിന്നെ ഒരു 7 വർഷക്കാലം ഇവിടെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ് പാപമോചനത്തിന് ശ്രേഷ്ഠമായിട്ടുള്ള നാമം. യേശുവിന്റെ രക്തമാണ് അതിന് പര്യാപ്തമായിട്ടുള്ളത്. ആ രക്തവും നാമവും പാപമോചനത്തിന് പര്യാപ്തമായിട്ടുള്ളത്. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങണമെന്ന് ദൈവത്തിന്റെ തന്റെ ദാസന്മാരോട് കർത്താവ് കൽപ്പിച്ച അന്ത്യകൽപ്പന, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങണമെന്നുള്ള അന്ത്യകൽപ്പന അനുസരിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തന്നെ തുടങ്ങിയതാണ് അപ്പോസ്തല പ്രവൃത്തി 2:38 വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണമെന്നാണ്. നമുക്ക് മേരുകുട്ടിയുടെയും മത്തായുടെയും ശോശാമയുടെയും അല്ലെങ്കിൽ തേങ്ങാക്കൊലയുടെയും മാങ്ങാക്കൊലയുടെയും സൂര്യന്റെയും അതുപോലെ വെള്ളത്തിന്റെയും ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. ബ്രദർ ജോൺസൺ യഥാർത്ഥ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് അനുസരിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുഴുവൻ തെറ്റാണ്. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം. ഈ ജോൺസൺ എന്ന് പറയുന്ന ഈ ദൈവദാസൻ, ഈ സഹോദരന് യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ ഒരു സ്നാനം നടന്ന അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ നടത്തിയ തെളിവെടുത്തു തരുവാൻ ഇദ്ദേഹത്തിന്റെ പണ്ഡിതന്മാർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ പലപ്പോഴും അത് ചോദിക്കാറുള്ളത്. അവർക്കാർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇദ്ദേഹത്തിന് എടുത്തു തരാൻ കഴിയുമെങ്കിൽ എടുത്തു തന്നാൽ നല്ലതാ. ആ ജോൺസന്റെ കൈക്കീഴിൽ ഞങ്ങൾ സ്നാനപ്പെട്ടോളാം. അങ്ങനെ ഒരെണ്ണം ബൈബിളിൽ ഒരു തെളിവെടുത്തു തന്നാൽ ഞങ്ങൾ സ്നാനപ്പെട്ടോളാം. ജോൺസൺ ബ്രദറിനോട് പ്രത്യേകമായി സൂചിപ്പിക്കുക. ഒന്നാമത് നിങ്ങളോട് ചോദിക്കാനുള്ളത്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയ അപ്പോസ്തലന്മാര് സ്നാനപ്പെടുത്തിയ ഒരു തെളിവ് എടുത്തു കാണിക്കണം. ഇദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ ചോദിക്കുന്ന വിൻസൻ ബ്രദറെ, ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ആദ്യം ചോദിച്ച ചോദ്യത്തിന് മാത്രമാണ് മറുപടി പറയേണ്ടത് അതോ കുറച്ച്? അല്ല, ഞാൻ ചോദിച്ച ഒരു ചോദ്യം സ്പെസിഫിക്കലി, നമ്മൾ ഈ 66 പുസ്തകങ്ങളില് എവിടെങ്കിലും ദൈവം ഡയറക്ട്ലി എഴുതി അറിയിച്ച ഏതെങ്കിലും ഭാഗം നമുക്കുണ്ടോ? അതോ പ്രവാചകന്മാരിൽ കൂടെ അപ്പോസ്തോലന്മാരിൽ കൂടെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ? അത് ഒന്ന് വ്യക്തമാക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാമല്ലോ. വചനം എപ്പോഴും പ്രവാചകനിൽ കൂടെയാണ് ദൈവം സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം ബൈബിളിൽ കൂടെ. അതെങ്ങനെ ഒന്നുകൂടെ ഒന്ന് വ്യക്തത വരുത്തുക. ശരി, ആയിക്കോട്ടെ. കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് നമ്മോട് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ബൈബിൾ കർത്താവായ യേശു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ വചനത്താലാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവസഭയുടെ ഉപദേശത്തിൽ ഒരു പ്രത്യേക ഉപദേശമുള്ളത്. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അദ്ദേഹം പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കേണ്ടെന്ന്. അതുപോലെ ഇത് ഒത്തിരി വ്യാജം പറയുന്നുണ്ട് കേട്ടോ. യേശുക്രിസ്തുവിന്റെ നാമക്കാര് അവർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലെന്ന് അവര് പറയുന്നുണ്ട്. ഇതാര് പറഞ്ഞു, എവിടെ പറഞ്ഞു എന്ന് ഈ ജോൺസൺ ബ്രദർ തെളിവ് തരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അപ്പോസ്തലന്മാരിലൂടെ അല്ലാതെ ദൈവത്തിന്റെ വചനം നേരിട്ട് ആർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവര് അപ്പോസ്തലന്മാരുടെ വചനത്തെയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോസ്തലന്മാരുടെ വചനത്തിൽ വിശ്വസിക്കാത്തവര് ഒരിക്കലും യേശുവിൽ വിശ്വസിക്കുന്നവരല്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിക്കുന്നവരാണ് യേശുവിന്റെ കൽപ്പന അനുസരിക്കുന്നത്. അപ്പോസ്തലന്മാർ ഇവിടെ എന്തു മാതൃക കാണിച്ചുവോ ആ മാതൃക പരിശുദ്ധാത്മാവിനാൽ അവർക്ക് ലഭിച്ച കർത്താവായ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് അവർ ചെയ്തതാണ്. അവർ ചെയ്തത്, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനായിട്ട് തന്റെ ശിഷ്യന്മാരോടാ പറഞ്ഞത്. ഈ ജോൺസൺ ബ്രദറിനോടോ തന്റെ നേതാക്കന്മാരോടോ ഇവിടുത്തെ തൃത്വ പണ്ഡിതന്മാരോടോ ഒന്നും അല്ല പറഞ്ഞത്, അപ്പോസ്തലന്മാരോടാ പറഞ്ഞത്. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടുത്തി. നാമം എന്ന് പറഞ്ഞാൽ പേരായ ശബ്ദത്തിനാണ് നാമമെന്ന് ഏത് മനുഷ്യൻ 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ അറിയാം. അത് പേരാണ്.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെയ്യാൻ പറഞ്ഞു. അവര് നാമത്തിൽ ചെയ്തു. അപ്പോൾ അപ്പോസ്തലന്മാർ ചെയ്തതാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെയ്തത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അപ്പോസ്തലന്മാരിലൂടെയാണ് യേശുവിൽ വിശ്വസിക്കേണ്ടത്. അപ്പോസ്തലന്മാരിലൂടെ അല്ലാത്ത വചനങ്ങൾ മുഴുവൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും നിറഞ്ഞതാണ്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ആരും കവർന്നു കളയരുത് എന്ന് നമുക്ക് ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാരിലൂടെ അല്ലാതെ ഈ ജോൺസൺ എന്ന് പറയുന്ന ബ്രദറിന് എവിടെ നിന്ന് വചനം കിട്ടി, എവിടെ നിന്ന് ശബ്ദം കിട്ടി? ഈ അപ്പോസ്തല പ്രവൃത്തി 2:38 അതുപോലെ മത്തായിയുടെ സുവിശേഷം 28:18 ഒക്കെ ആരിലൂടെ വന്നു? അപ്പോസ്തലന്മാരിലൂടെ വന്നതാണ്. അപ്പോസ്തലന്മാർ അനുസരണക്കേട് കാണിച്ചുവോ? ഒരിക്കലും അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് അപ്പോസ്തലന്മാർ തന്നെ സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ വാക്കുകൾ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ ഉളവായതല്ല, കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിച്ചു തന്ന ഉപദേശത്തിനൊത്തവണ്ണം നിങ്ങൾ മുൻപോട്ട് പോകണമെന്നാ എന്റെ പൊന്നു ജോൺസൺ ബ്രദറെ പറയുന്നത്. അതൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ലൈവ് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ തെളിവുകൾ തരിക. എവിടെങ്കിലും ഒരു തൃത്വത്തിൽ ഒരു സ്നാനം AD 325 ഒരു കൊലപാതകനായിരിക്കുന്ന കുസ്തന്തീനോസ് എന്ന് പറയുന്ന കൊലപാതകനിലൂടെ ഇവിടെ അടിത്തറയിട്ട, അല്ലെങ്കിൽ അതിനു മുൻപ് തൃത്തുല്യൻ നിമിത്തമായിട്ട് വന്ന ഈ ദുരുപദേശത്തിൽ കൂട്ടു നിൽക്കാതെ സത്യോപദേശം എന്തെന്ന് ഗ്രഹിക്ക്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങൾക്കറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞങ്ങളത് പഠിപ്പിക്കാം. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. അപ്പം ഞാൻ 1-2 കാര്യം കൂടെ അതിനകത്ത് ഓർമ്മിപ്പിച്ചോട്ടെ. അദ്ദേഹം പറയുന്നത് മത്തായി, മറിയ, അങ്ങനെ പലരും പറയുന്ന പോലെ, അപ്പൊ ഈ ഗോസിപ്പ് പറയുന്ന ആൾക്കാരെ പോലെ ആക്കി ഇദ്ദേഹം അപ്പോസ്തോലിനെ. 27 എഴുത്തുകൾ എഴുതി നമുക്ക് അടിസ്ഥാനപരമായ എല്ലാ ഉപദേശങ്ങളും അറിയിച്ച ഈ അപ്പോസ്തോലന്മാരെ അദ്ദേഹം ഒരു ഗോസിപ്പ് കോളം എഴുതുന്നവരെ പോലെ ആക്കി. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങള് ഇതിനെ വളരെ വ്യക്തമായിട്ട് കാണുന്നത് 27 പുസ്തകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് എല്ലാം എഴുത്തുകൾ തന്നെയാണ്. ഓരോ അപ്പോസ്തോലന്മാരും കർത്താവ് ഇപ്പം 4 നമ്മൾ ഈ സുവിശേഷം എന്ന് തൃത്തക്കാര് തന്നെ ക്രോഡീകരിച്ചപ്പോൾ സുവിശേഷം എന്ന് പേരിട്ട, അതിനെ സുവിശേഷം എന്ന് പേരിടേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അത് കർത്താവിന്റെ ബയോഗ്രഫിയാണ്. ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചപ്പോൾ എങ്ങനെയാണോ, എന്തൊക്കെ കാര്യം ചെയ്തു, ഐഹിക ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞു, അവരോട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യമാണ് നമ്മൾ ആ 4 എഴുത്തുകളിൽ കാണുന്നത്. പക്ഷെ എല്ലാം എഴുത്തുകളാണ് എന്നുള്ള കാര്യമാണ് സത്യം. അതെല്ലാം അപ്പോസ്തോലന്മാർ തന്നെ എഴുതി മറ്റുള്ളവർക്ക് അറിയിക്കുകയും അത് മറ്റുള്ള സഭകളില് അതിന്റെ കോപ്പികൾ കൊടുക്കുകയും ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ കാണുന്ന ആദിമസഭ, അതായത് ആദ്യത്തെ സഭ, ഇസ്രായേലിന്റെ സഭയ്ക്ക് നമ്മൾ കാണുന്നു, ഈ സംഖ്യാ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 9-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ കൽപ്പന പോലെ അവർ പാളയം ഇറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്തു. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു. മോശ മുഖാന്തരം. അപ്പോൾ നമ്മൾ കാണുന്നു പഴയ നിയമത്തിലും മോശ മുഖാന്തരമാണ് ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത്. അതായത് മലയിൽ വിളിച്ച് മോശയെ ഒരുക്കുകയും മലയിൽ വിളിച്ച് മോശയ്ക്ക് ആ കൽപ്പനകൾ കൊടുക്കുകയും അതിനുള്ള ആത്മീയ പ്രാപ്തിയും കൊടുത്തിട്ടാണ് ഈ ജനത്തിന്റെ അടുത്തേക്ക് വിടുന്നത്. അതിൽ കൂടെ കേൾക്കുന്ന യഹോവയുടെ വാക്കാണ് ഇസ്രായേൽ അന്ന് അനുസരിച്ചതും. പിന്നെ നമ്മൾ പിന്നീട് കാണുന്നത് കോരഹ് പുത്രന്മാര് മോശയോട് മല്ലിടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ശിക്ഷ, അത് നമ്മൾ കാണുന്നത്. അപ്പൊ മോശയിൽ കൂടെ നൽകിയ പ്രമാണം മോശയെ ഒരുക്കി മോശ തന്നെ പറയുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ ജനം മനസ്സിലാക്കുന്നതും അത് പ്രമാണിക്കേണ്ടത്. അതുപോലെയാണ് മത്തായി സുവിശേഷം 19-ാമത്തെ വാക്യവും കേട്ടുകൊണ്ട് പുറപ്പെട്ട ഈ തൃത്വക്കാരുടെ ഗതി. അവര് മലയിൽ വിളിച്ചു, ഒരുക്കം ലഭിച്ചു. കർത്താവ് അതിനു കൽപ്പന മാത്രമല്ല കൊടുത്തേക്കുന്നത്, അതിനുള്ള ഉപദേശങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ഉപദേശം ഇല്ലാതെ കൽപ്പനയും എടുത്തുകൊണ്ട് മാത്രം പുറപ്പെട്ടിട്ട് നിങ്ങൾ എന്തോ ചെയ്യും?
അതും മത്തായി ആണ് എഴുതി അറിയിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ആരും അല്ല. മത്തായി എഴുതി അറിയിച്ചു. അപ്പൊ പുള്ളി മത്തായി സോശാമ്മയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ മത്തായി ഒരു അപ്പോസ്തോലനാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ആത്മീയ വരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് അവിടെ തന്നെ എഴുതി അവരെ വിളിച്ച് അതിനുള്ള ഒരുക്കം കൊടുത്തെന്നും ഉപദേശം കൊടുത്തെന്നും കൽപ്പന കൊടുത്തെന്നും. അപ്പൊ ആ കൽപ്പന അവര് പ്രമാണിച്ചത് പരിശുദ്ധാത്മാവ് വരുന്നിടം വരെ നിങ്ങൾ എങ്ങും പോകരുത്, സത്യത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ മാത്രമേ നിങ്ങൾ സുവിശേഷം പറയുവാൻ കടന്നു പോകാവൂ എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് ആ കൽപ്പന കൊടുക്കുന്നതെന്ന് ആ ചരിത്രം അവർ എഴുതി വെക്കണ്ടായോ. അവിടെ എഴുതി വെച്ചെന്ന് പറയുമ്പോൾ അവിടെ അത് 3 വ്യക്തികളാക്കി അങ്ങനെ ചിത്രീകരിച്ചു. അല്ല, പരിശുദ്ധാത്മാവ് ദൈവം സൃഷ്ടിയിൽ പിതാവും, ദൈവം വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ പുത്രനുമായി, ദൈവം എല്ലാ മനുഷ്യരിലും വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യരിൽ ആത്മാവ് എന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈവം ഒരു ആത്മാവാണെന്നും പല വരങ്ങളാൽ ദൈവം ഒരേ ആത്മാവിന്റെ പല മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ വരം കൊടുത്തിട്ടാണ് മനുഷ്യനിൽ കൂടെ ദൈവത്തിന്റെ ആ രക്ഷയുടെ പ്രവൃത്തിയെ ചെയ്തതെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ എന്ന ദൈവം എടുത്ത അവസ്ഥയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനെ വ്യക്തികളാക്കുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയുന്നു ഞാൻ ഏകനാണ്, ദൈവം പറയുന്നു ഞാനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു ഞാൻ സൃഷ്ടിച്ചപ്പോൾ. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ വ്യക്തികളാക്കി മാറ്റുന്നത്? അപ്പൊ വ്യക്തികളാക്കി മാറ്റുന്നത് മനുഷ്യനെ പോലെ ദൈവത്തെ ചിത്രീകരിക്കുമ്പോഴാണ്. മനുഷ്യനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ പിതാവും പുത്രനും എന്ന് പറയുമ്പോൾ 2 വ്യക്തികളാണ്. അതുപോലെ അവർ പിതാവ് പുത്രൻ അവിടെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ദൈവം 2 വ്യക്തികളായിരിക്കും എന്ന് അവർ ഊഹിച്ചു. ഗ്രീക്ക് പണ്ഡിതന്മാരെല്ലാം ഊഹിച്ചു. ആ ഊഹം ഇതുവരെ ഇവരിലെല്ലാം വ്യാപരിച്ചിരിക്കുന്നു. ആ ആത്മാവിന്റെ ഗുണം ഇവരിലും ഇന്നും വ്യാപരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ വീഡിയോ കണ്ടിട്ട് ഒരു പോർഷനിലൂടെ നമുക്ക് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലേ വാസു? സംസാര വിഷയമാണ്, വാക്കുകളാണ്. അതുകൂടെ മനസ്സിലാക്കണം. തെളിവുകൾ നമുക്ക് നിരത്താവുന്നതാണ്. ജീവന്റെ അപ്പം സന്ദേശ വകുപ്പ് വിടുതലും പ്രാർത്ഥനാലയം വാളക്കുഴിന്ന് സംസാരിക്കുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞതായ വാക്കുകളാണ് യേശുവിന്റെ നാമം. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എന്നും പുത്രനായ യേശുവിന്റെ നാമത്തിൽ എന്നും ആമീൻ ഒക്കെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒരു വ്യക്തി മറ്റൊരാളെ കുറിച്ച് ഉച്ചരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ആമീൻ ജോർജ് കുട്ടി വന്നു, ആമീൻ മേരിക്കുട്ടി വന്നു. ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ പോയി പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കും. അപ്പം ഇത് 3 ദൈവം തന്നെയാണ്. അതിന് തെളിവിടെ പറയാം. തീത്തോസിന്റെ ലേഖത്തിൽ യേശു ക്രിസ്തു മഹാദൈവം, യെശയ്യാപ്രവചനത്തിൽ യേശു ക്രിസ്തു നിത്യനായ ദൈവം. അവൻ കൊലോസ്യ ലേഖനത്തിൽ അവൻ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പ്രതിമ. മറ്റൊരു ഭാഗത്ത് ലേഖനത്തിൽ പറയുന്നു അവൻ ദൈവത്വത്തിന്റെ സമത്വം മുറുകെ പിടിക്കാതെ, അവൻ ദൈവമാണെന്നുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണിറങ്ങി ദാസരൂപം എടുത്തു. അപ്പം ഇതെല്ലാം ദൈവമാണെന്നുള്ള കാര്യവും ഒന്നാണെന്നുള്ള കാര്യവും പിതാവും പുത്രനും പരിശുദ്ധന്മാവും ഒന്നാണെന്നും വ്യക്തമായി പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്താക്കിഴപ്പൊന്നും വേണ്ട. നമ്മുടെ ഈ യേശുനാമം ഇല്ലെന്ന് പറയുന്ന പോലെ അമേരിക്കൻ പേർഷ്യൻ പോകാൻ ഒക്കത്തില്ല. കാരണം ആ പാസ്പോർട്ടിന്റെ അകത്ത് അപ്പന്റെ പേരാ, അമ്മയുടെ പേരും ഉണ്ട്. അപ്പൊ വെരിഫിക്കേഷൻ വരാൻ എന്തായാലും അച്ഛൻ്റെ പേരെന്തുവാ, അപ്പം പറയും സക്രിയ. പിന്നെ അമ്മയുടെ പേരെന്തുവാ, മറിയക്കുട്ടി. താങ്കളുടെ പേരെന്തുവാ, ജോസഫ് കുട്ടി. അപ്പം ആ സക്രിയയും മറിയക്കുട്ടിയും ജോസഫും കൂടെ ചേർന്നാലേ ഒരു വീട്ടിലെ അംഗങ്ങളാവും. കരമയുദ്ധ ഒരു ആമി പറഞ്ഞാട്ട് അമ്മ. പക്ഷേ അച്ചായന് പേർഷ്യ പോകാനൊക്കത്തില്ല, മോനെ പോകാനൊക്കെ ഉള്ളൂ. കാരണം എന്താ അറിയാമോ, അച്ചായന്റെ പേരതി കിടക്കത്തേ ഉള്ളൂ, പേർഷ്യ പോകുന്ന മോന. അല്ലെങ്കിൽ അച്ചായൻ ഇനി അങ്ങ് പോട്ടെ, കാനഡയിൽ പോകാതിരിക്കട്ടെ, മോൻ പോകത്തില്ല, അച്ചായനെ പോകത്തുള്ളൂ. പിന്നെ വിചാരിക്കുക 3 പേരും കൂടെ അങ്ങ് പോകാന്ന് വിചാരിച്ചാൽ അമ്മയും അച്ചായനും മോനും കൂടെ പോവാം. അതൊരു പ്രത്യേകതയാണ്. അവസ്ഥ ഒരാൾക്ക് തന്നെ. അപ്പം ഇദ്ദേഹം പറയുന്ന പല എക്സാമ്പിളുകളിലും മനുഷ്യന്റെ പല തരത്തിലുള്ള കമ്പാരിസൺ നമ്മൾ കാണുന്നു. മനുഷ്യനുമായിട്ട് ദൈവത്തെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ നോക്കുന്നു സംഖ്യാപുസ്തകം അതിന്റെ 23:19 പറയുന്നു ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. ദൈവത്തിനെ ഒരു അപ്പൻ മകൻ എന്ന രീതിയിലാണോ ഈ പിതാവ് പുത്രൻ എന്ന ആ പദവിയെ നമ്മൾ കാണുന്നത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവത്തിന് ഏകപുത്രൻ എങ്ങനെ വന്നു?
ആദാമും ദൈവപുത്രനല്ലേ? അപ്പം എങ്ങനെയാണ് ദൈവത്തിന് ഏകപുത്രൻ ഉള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് എടുക്കാം വിഷയം. സംസാരിച്ചു ജോയ് പാസ്റ്റർ. ദൈവത്തിന് ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് ദൈവത്തിന് മനുഷ്യനെ പോലെ ഒരു പുത്രനാണ് ഉള്ളത്, അതോ ദൈവം ജഡത്തിൽ വന്നതും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാൽ ജനിക്കുന്നവരുമാണോ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്? നമ്മളും ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. ദൈവപുത്രൻ വന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം ജഡമെടുത്തു ഈ ലോകത്തിൽ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് അദ്ദേഹവും പറയുന്നു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരേ ദൈവമാണ്, വ്യക്തി ഇവരാക്കി മാറ്റുകയും ചെയ്ത്. എന്നാൽ ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ പിതാവും പുത്രൻ പോലെയാണോ ഈ ദൈവപുത്രൻ എന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാനുഷികമായിട്ടുള്ള ചിന്തയിലേക്ക്, ദൈവിക ചിന്തയെ മനുഷ്യന്റെ ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരാത്മാവാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഈ മണ്ണുകൊണ്ടുള്ളവൻ, ഞാൻ ഈ മണ്ണുകൊണ്ടുള്ളവനല്ല, ഞാൻ സ്വർഗീയനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ അവൻ വേഷത്തിൽ മനുഷ്യനായെന്ന്, അതുപോലെ മനുഷ്യ സാദൃശ്യത്തിലായെന്ന്. ഈ മനുഷ്യ സാദൃശ്യത്തിലായ ആ അവസ്ഥയ്ക്കാണ് നമ്മൾ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ ജോൺസൺ എന്ന് പറയുന്ന ബ്രദർ പറഞ്ഞ പോലെ അപ്പനും അമ്മയും മക്കളും ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു നിലയിലുള്ള ഒരു ബന്ധത്തെയല്ല വിശുദ്ധ ബൈബിളിലും ദൈവികമായിട്ടുള്ള ആ സന്ദേശങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അവിടെ പിതാവെന്ന് പറഞ്ഞാൽ ആത്മാവിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവം ആത്മാവാണ്. ഈ ആത്മാവായ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കഴിയില്ലെന്നല്ല, ദൈവത്തിന് രക്ഷിക്കണമെങ്കിൽ, മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ രക്തം ചൊരിയണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലാതിരിക്കെ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യണം? ആത്മാവായ ദൈവത്തിന് ശരീരം എടുക്കണം, ഒരു ശരീരം സ്വീകരിക്കണം, രക്തം എടുക്കണം. അതാണ് എബ്രായർ 2:14 പറയുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും, മക്കളാണ് ജഡത്തോടും രക്തത്തോടും കൂടിയവനായത്. അവനും എന്ന് പറഞ്ഞാൽ പിതാവ് ജഡത്തോടും രക്തത്തോടും കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതികളിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോ ആരാണ് ഈ ജഡത്തിൽ വെളിപ്പെട്ട് വന്നവൻ? ജഡത്തിൽ വെളിപ്പെട്ട് വന്നവൻ ആത്മാവായിരുന്നവനാണ്. ആരാണ് ആത്മാവ്? ദൈവം ആത്മാവാകുന്നു. തീമോഥെയോസ് 3:16 ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്ന. അപ്പം ദൈവത്തിന്റെ ഈ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് പുത്രൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത്. അതിന് അപ്പനും അമ്മയും മക്കളും ഉണ്ടായതുപോലെ ഇവിടെ ഉണ്ടായി എന്ന് പറയത്തക്ക വിധത്തിൽ ഈ ജോൺസൺ എന്ന് പറയുന്ന ബ്രദറിന്റെ ചിന്തകൾ അധപ്പതിച്ചതിൽ വളരെ ഖേദിക്കുന്നു. അത് അങ്ങനെ അധപ്പതിക്കുന്നതിന് കാരണം വചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വചനം വായിക്കാൻ തുടങ്ങണം. നിങ്ങൾ പഠിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പുത്രത്വത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഉദാഹരണം ഞാൻ പറയാം. യേശു ക്രിസ്തുവിനെ അവര് എറിയാനായിട്ട് കല്ലെടുത്തു. ഉടനെ യേശുവിനോട് യേശു ചോദിച്ചു, നിങ്ങൾ എന്തിന് എന്നെ എറിയാൻ കല്ലെടുത്തു? ഉടൻ തന്നെ അവര് പറഞ്ഞു, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കിയതുകൊണ്ടാണ്. അപ്പൊ യേശു എന്നെ ഞാൻ ദൈവമാക്കിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു പറഞ്ഞ താൻ മനുഷ്യപുത്രൻ എന്നാ പറഞ്ഞത്. അപ്പോൾ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്ന പോലെ സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട്, ഇനി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും അവർ ശാരീരിക ബന്ധം പുലർത്തി ഒരു മകൻ ഉണ്ടാകുന്ന പോലെ, അങ്ങനെ ഒരു മകൻ ഉണ്ടായ കാര്യമാണ് ഇവിടെ ഈ ജോൺസൺ എന്ന് പറഞ്ഞ ബ്രദർ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അത് ദുരാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്. അങ്ങനെയുള്ള ഒരു മകനല്ല, ഒരു പുത്രനല്ല ബൈബിൾ പഠിപ്പിക്കുന്ന യേശു. ബൈബിൾ പഠിപ്പിക്കുന്ന യേശു ദൈവം ജഡത്തിൽ വെളിപ്പെട്ട്, ദൈവം അവൻ മനുഷ്യ സാദൃശ്യത്തിലായി. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏതാ തീത്തോസിന്റെ ലേഖനം, അവൻ മഹാദൈവം എന്ന് പറയുന്നുണ്ട്. യേശു മഹാദൈവമാണെങ്കിൽ പിന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവമായിരിക്കെ. അവസ്ഥ മാറിയതേ ഉള്ളൂ. ദൈവമായിരിക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവമായിരിക്കെ അവസ്ഥ ദൈവമായിരിക്കെ വേഷത്തിൽ മനുഷ്യനായി. അവൻ ദൈവമായിരിക്കെ വേഷത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ ദൈവ രൂപത്തിലായിരിക്കെ
അവിടെ ആയിരിക്കുമ്പോൾ തന്നെയാണ്. അതിന് മാറ്റം വരുന്നില്ല. അവൻ ദൈവമായിരിക്കെ അപ്പോൾ തന്നെ അവൻ വേഷത്തിൽ മനുഷ്യനായി വന്നു. ഇതൊക്കെ പഠിക്കണമെങ്കിൽ എന്റെ പൊന്നു സഹോദര, പരിശുദ്ധാത്മാവ് ലഭിക്കണം. പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, പാപമോചനം പ്രാപിക്കണം. എങ്ങനെ? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപമോചനം പ്രാപിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് താനും ലഭിക്കും. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണത്തില്ലേ, പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ അടിച്ച് കലക്കി അന്യഭാഷയുടെ പേരും പറഞ്ഞ് ആ വലിയ കിലിക്കുകുത്തുമാരി നടക്കുന്ന പരിപാടി കണ്ടിട്ടില്ലേ? അതും നടക്കാം. പരിശുദ്ധാത്മാവ് കിട്ടുകയില്ല. പരിശുദ്ധാത്മാവ് കിട്ടിയാൽ നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. വചനം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നും വചനത്തിൽ എന്താണ് അർത്ഥം പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കും. നമുക്കറിയാം, റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതി, ആത്മപ്രകാരം ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടു എന്നാണ് അവിടെ കാണുന്നത്. ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയാണ്, പക്ഷേ ആത്മപ്രകാരം ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം വിവാഹം കഴിച്ച് ഒരു പുത്രൻ ഉണ്ടായെന്നല്ല അതിന്റെ അർത്ഥം. അതാണിപ്പം ഈ ജോൺസൺ ഇവിടെ പഠിപ്പിച്ചത്. അങ്ങനെയുള്ള അർത്ഥമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവം പുത്രനായി, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ദൈവം വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്നു. അതിനെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സഹോദരൻ പഠിപ്പിക്കുന്ന മുഴുവൻ തെറ്റായിട്ടുള്ള ആശയവും ജനങ്ങളെ തെറ്റിലേക്കും നരകത്തിലേക്കും അതുപോലെ തന്നെ ദൈവരാജ്യത്തിലേക്ക് വലിച്ച് ദൈവരാജ്യത്തിൽ പോകേണ്ട ജനത്തെ ശരിയായിട്ടുള്ള പാതയിൽ നടത്താതെ തെറ്റായ ദിശയിലേക്ക് വഴി തെളിച്ചു വിടുന്ന സന്ദേശങ്ങളാണ് ഈ ജോൺസൺ ബ്രദർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിനാൽ സൂചിപ്പിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നിർത്താം. അത് ഈ ജോൺസൺ സഹോദരന് നന്ദി. യേശു നാമത്തിന്റെ എതിരായിട്ട് സംസാരിച്ചതിനും അത് കാരണം ചിലപ്പം അദ്ദേഹം ഈ ഒരു ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാമത്തിനെതിരായി യുദ്ധം ചെയ്ത പലരും പിന്നീട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവ് അദ്ദേഹത്തെയും തിരഞ്ഞെടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട കാര്യം ഇതാണ്. നമ്മളും ദൈവം പിതാവാണ്. വചനപ്രകാരം പറയുന്നു, 1 കൊരിന്ത്യർ 8:6 പറയുന്നു, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പം ഒരു ദൈവം, ഒരു ആത്മാവ്, ആ ആത്മാവായ ദൈവം 1 കൊരിന്ത്യർ 12 പറയുന്നു, ദൈവം ഒരുവൻ, ഒരേ ആത്മാവ്. ആ ഒരേ ആത്മാവായ ഏക സത്യ ദൈവമായ പിതാവ് എന്ന് സൃഷ്ടിയിൽ പിതാവായിരിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം ഈ ലോകത്തിൽ ആത്മാവാൽ ജനിച്ചത് കൊണ്ട്, ആത്മാവാൽ ഉദരത്തിൽ തന്നെ ജനിച്ച ഒരു പുത്രനായി ഈ ലോകത്തിൽ പദവിയെടുത്ത്, പുത്രന്റെ പദവി, മനുഷ്യന്റെ പദവി എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നതുകൊണ്ട് ഞങ്ങൾ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. ദൈവപുത്രൻ ഐക്യപ്പെട്ടു. ഏത് മനുഷ്യനും ദൈവത്തിന്റെ വചനത്താൽ ഐക്യപ്പെടുമ്പോൾ ദൈവപുത്രൻ ഐക്യപ്പെട്ടു എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവായി പല പുത്രന്മാരിലും പ്രവർത്തിക്കുന്നു. അത് വേറെ ഒരു ആത്മാവല്ല. 1 കൊരിന്ത്യർ 12 പറയുന്നു, ഒരേ ആത്മാവ് പല പ്രവർത്തനങ്ങൾ, പല വരങ്ങളാൽ പല പ്രവർത്തനങ്ങൾ എന്നാണ്. അപ്പം വളരെ വ്യക്തമായിട്ടുള്ള വചനങ്ങൾ നമുക്കുണ്ട്. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു നമുക്കുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ജഡത്തിൽ വന്ന് നമുക്ക് വേണ്ടി രക്ഷിതാവായി തീർന്നു. പ്രവാചകന്മാര് പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് കർത്താവ് അപ്പോസ്തോലന്മാരെ വിളിക്കുന്നത് എപ്പോഴാകുന്നു? ഇശയാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. അപ്പോൾ രക്ഷിതാവ് ആരെങ്കിലും നമുക്കൊരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ അത് യഹോവയായ ദൈവം തന്നെയാണ്. ആ യഹോവയായ ദൈവം തന്നെയാണ് ഒരു പുത്രന്റെ വേഷം എടുത്തിട്ട് യേശുവ ഹമശ്യ എന്ന രക്ഷയുടെ നാമത്തെ ഈ സമയത്ത് യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ വെളിപ്പെടുത്തിയ സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അന്ത്യനാളിൽ ദൈവം ഈ കാര്യങ്ങളെയൊക്കെ അറിയുവാൻ ഇനിയും ആൾക്കാരെ പ്രേരിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഈ മറ്റ് ചിന്തകളിൽ കൂടെ നിങ്ങളെ വഴിതെറ്റിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്രദർ ജോൺസൺ KTC ക്യാബ്സ് നടത്തുന്നു. അദ്ദേഹം കൊണ്ടുപോകുന്ന യാത്രികളെല്ലാം ശരിയായ ദിശയിലും ശരിയായ സ്ഥലത്തും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ലൈവിനെ ഇവിടെ നിർത്തുന്നു.
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.